നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കുകൾ മനുഷ്യനെ വിധിക്കുകയും വധിക്കുകയും ചെയ്യുന്നു. ആരുടെയെങ്കിലും വിമർശനത്തെ ഭയന്ന് നമ്മുടെ തീരുമാനങ്ങളെ മാറ്റരുത്. ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്ക് എപ്പോഴും വിധേയപ്പെടുന്നുവെങ്കിൽ അതൊരു തരം ഭീരുത്വമാണ്. ആരുടെയൊക്കെയോ നിർബന്ധത്തിനും ഇംഗിതത്തിനും വഴങ്ങി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാതെ മനസ്സിന്റെ ചാഞ്ചാട്ടം മൂലം മലബാർ ഗോൾഡിന്റെ ഉടമസ്ഥരിൽ ഒരാളായ ഫൈസലിന്റെ സന്തോഷ ദിനത്തെ കരിദിനമാക്കിയ സംഭവമാകട്ടെ ഈ എപ്പിസോഡ്. സ്വവർഗ അനുരാഗികളായ ആദിലയും നൂറയും ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികളായി പങ്കെടുത്തപ്പോഴാണ് സാധാരണക്കാരായ മലയാളികളുടെ ഇടയിൽ അവർ പ്രശസ്തരായി മാറുന്നത്. കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത ഒന്നാണ് രണ്ട് സ്ത്രീകൾ തമ്മിൽ ചേർന്ന് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിതം നയിക്കുന്നത്. മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നത്. ഇവരെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചതിനെതിരെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയിരുന്നു. നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടിൽ കുടുംബ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതിന് വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരിൽ ലഭിക്കുന്ന ആനുകൂല്യമാണ് ഇവർ കോടതിയിൽ നിന്നും നേടിയെടുത്ത് ഒന്നിച്ചു ജീവിക്കുന്നത്. മനുഷ്യ ജീവികളെന്ന സ്നേഹവും പരിഗണനയും ഒഴിച്ചാൽ ഇവരുടെ ജീവിത രീതികളോട് അനുകൂലിക്കുന്നവരല്ല നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഇന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ ഈ ജീവിത രീതിയെ. ഇവരെ ബിഗ് ബോസിൽ പങ്കെടുപ്പിച്ചതിനെതിരെ പുറത്തു നടന്ന കോലാഹലങ്ങൾ അവിടെ നിൽക്കട്ടെ. ബിഗ് ബോസിനകത്ത് പോലും അവരുടെ രീതികളെ വിമർശിച്ചവരുണ്ട്. ഇവരുടെ സഹമത്സരാർത്ഥിയായിരുന്ന ലക്ഷ്മി ഇവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന്. അന്ന് അതിനകത്തുണ്ടായിരുന്ന ചിലരൊക്കെ ലക്ഷ്മിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയം പുറത്തും അകത്തുമൊക്കെ വിവാദമായപ്പോൾ മോഹൻലാൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അവരെ വീട്ടിൽ കയറ്റിയാൽ എന്താണ് പ്രശ്നം? ഞാൻ അവരെ എന്റെ വീട്ടിൽ കയറ്റും. ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ ലക്ഷ്മി ഒഴികെ ബാക്കി എല്ലാവരും തന്നെ മോഹൻലാലിന്റെ ഈ അഭിപ്രായത്തോട് യോജിച്ചു നിന്നു. എന്നാൽ ലക്ഷ്മി അവർ പറഞ്ഞ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അതിന്നും അതേ നിലപാടിൽ തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. ലക്ഷ്മിയുടെ ഈ നിലപാടിനോട് അന്ന് ലക്ഷ്മിക്ക് പിന്തുണ നൽകിയ ആളായിരുന്നു അഖിൽ മാരാർ. ഈ വിഷയത്തിൽ ആതിരയും നൂറയും പ്രതികരിച്ചത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആകണമെന്ന് കരുതിയിരുന്നവരല്ല, പക്ഷേ ഞങ്ങളുടെ ശരീരത്തിലെ രാസവ്യതിയാനങ്ങളുടെയും ജീനിന്റെയും പ്രവർത്തനം മൂലമാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്. ഇതിലും വലുതിനെയൊക്കെ നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ലക്ഷ്മിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ബിഗ് ബോസ് മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നവർ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ അവർ വൃത്തികെട്ടവരും കൂതറകളും അലബലാദികളും. അതിൽ പങ്കെടുത്ത ശേഷം പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ വാഴ്ത്തപ്പെട്ടവരായി മാറും. ഇത് തന്നെയാണ് തുടർച്ചയായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത് കപ്പുമായി വരുന്നവരെയും അല്ലാത്തവരെയും സ്വീകരിക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് രാജ്യത്തിന് അഭിമാന നേട്ടം കൈവരിച്ചവരെ സ്വീകരിക്കുന്നത് പോലെയാണ് എയർപോർട്ടിലും മറ്റും അവർക്കൊരുക്കുന്ന സ്വീകരണങ്ങൾ. പിന്നീട് അങ്ങോട്ട് അവർക്ക് സെലിബ്രിറ്റികൾ എന്ന ഓമന പേര് നൽകി വീടിന്റെ പാല് കാച്ചൽ, ഷോപ്പ് ഉദ്ഘാടനങ്ങൾ, കുട്ടികളുടെ 28 കെട്ട്, ഉത്സവ പറമ്പുകൾ, പള്ളിപ്പെരുന്നാൾ തുടങ്ങിയ എല്ലാ ആഘോഷവേളകളിലും ഇവരുടെ സാന്നിധ്യം പലരും വിലയ്ക്ക് വാങ്ങാറുണ്ട്. ഇവർക്ക് ഇതിനൊക്കെ ചോദിക്കുന്ന പണവും ലഭിക്കാറുണ്ട്. ഇലക്ഷന് സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയായും ചിലർ ഇതിനെ കാണുന്നുണ്ട്. മലബാർ ഗോൾഡിന്റെ ഉടമകളിൽ ഒരാളായ ഫൈസലിന്റെ അത്യാധുനിക ആഡംബര ഭവനത്തിന്റെ ഹൗസ് വാമിംഗ് വലിയ ഒരു ആഘോഷമാക്കി കൊണ്ടാടിയിരുന്നല്ലോ. അതിലേക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പല പ്രശസ്തരും പങ്കെടുത്തിരുന്നു. സെലിബ്രിറ്റികളുടെ ഒരു പടയെ തന്നെ അതിലേക്ക് ആനയിക്കപ്പെട്ടു. ഈ സെലിബ്രിറ്റികളിൽ മിക്കവരും ഈ ചടങ്ങിൽ പങ്കെടുത്തത് സ്നേഹമോ പരിചയമോ ബന്ധമോ ഉണ്ടായിട്ടല്ല. വൻ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തുന്നത്. അവരെ ക്ഷണിക്കുന്നതാകട്ടെ അവർ ചുമതലപ്പെടുത്തിയ ഈവന്റ് മാനേജ്മെന്റുകാരും. ഇതിൽ പങ്കെടുക്കുന്ന പലരെയും മുതലാളിക്ക് വ്യക്തിപരമായി അറിയണമെന്ന് പോലുമില്ല. അവരൊക്കെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഫോട്ടോയും റീൽസും ഒക്കെ എടുത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷത്തിൽ പങ്കെടുത്ത് പണവും വാങ്ങി സ്ഥലം കാലിയാക്കുകയാണ് പതിവ്. പിന്നീട് തിരക്കൊക്കെ ഒഴിയുമ്പോൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ട് ഇവരിൽ പലരും ആരൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഫൈസലിന്റെ ആഡംബര ഭവനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബിഗ് ബോസ് വിവിധ സീസണുകളിലെ പല മത്സരാർത്ഥികളും പങ്കെടുത്തിരുന്നു. അക്കൂട്ടത്തിൽ സീസൺ 7 ലെസ്ബിയൻ കപ്പിളായ ആതിരയും നൂറയും പങ്കെടുത്തിരുന്നു. അവരെ
ഫൈസൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുന്നതും അവരോട് കുശലം പറയുന്നതും അവരോടൊപ്പം നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നുവല്ലോ. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇവരെ പോലെയുള്ളവരെ അംഗീകരിക്കുന്നതിൽ വൈമുഖ്യമുള്ള ഒരു വിഭാഗം ഉണ്ടെന്നുള്ളത് ഫൈസൽ അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സദാചാര മൂല്യം ഉയർത്തിക്കാട്ടുന്ന ചിലർക്കെങ്കിലും, അല്ലെങ്കിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇവരോടൊപ്പം പങ്കെടുത്തതിലുള്ള നീരസം ഫൈസലിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകാം. താൻ ക്ഷണിച്ച വിശിഷ്ടാതിഥികൾക്കുണ്ടായ നീരസവും ബുദ്ധിമുട്ടും അവർ അറിയിച്ചത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ ലെസ്ബിയൻ കപ്പിളിനെ കുറിച്ച് ഫൈസൽ കൂടുതൽ മനസ്സിലാക്കിയത്. പിന്നീടുണ്ടാകാവുന്ന വരും വരായികകളെ കുറിച്ച് ആലോചിക്കാതെയാകാം ഫൈസൽ ഉടൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് കാച്ചിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഇപ്രകാരമാണ്: എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ഏതാനും മണിക്കൂറുകളുടെ ആയസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഫൈസലിന് നേരെ പടവാൾ ഓങ്ങിക്കൊണ്ട് ഒരു പറ്റം പോരാളികൾ ചാടി വീണു. ഫൈസൽ FB പോസ്റ്റും പിൻവലിച്ചുകൊണ്ട് ഓടടാ ഓട്ടം. ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ആദിലയും നൂറയും ഫൈസലിന്റെ വീട്ടിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചവരോ ആവശ്യപ്പെട്ടവരോ അല്ല. അവരെ ക്ഷണിച്ചത് ഫൈസൽ അറിഞ്ഞില്ല എങ്കിലും ഫൈസൽ എല്ലാവരെയും ക്ഷണിക്കാൻ നിയോഗിച്ചവർ ക്ഷണിച്ചിട്ടാണല്ലോ അവരവിടെ എത്തിയത്. ഇവിടെ ഫൈസലിന് പറ്റിയ പിശക് എന്താണെന്ന് വെച്ചാൽ അവരാര് തന്നെ ആയാലും അവർ നിങ്ങളുടെ അതിഥിയായിരുന്നു എന്ന് ഓർക്കണമായിരുന്നു. ഫൈസലിന്റെ അഭിപ്രായം തുറന്നു പറയാനും ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും അങ്ങനെയുള്ളവരോടൊപ്പം നിൽക്കാതിരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കുറിപ്പിട്ട ഫൈസൽ ഏത് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോസ്റ്റ് പിൻവലിച്ചത്? മൂല്യങ്ങളുടെ കാര്യത്തിൽ ഉറച്ച കാഴ്ചപ്പാടുകൾ ഊന്നിപ്പറയുമ്പോൾ ഈ വന്ന സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ പീഡന ബലാത്സംഗ കേസിലെ പ്രതികളും ഉണ്ടായിരുന്നല്ലോ. അതിൽ പലരെയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതല്ലേ. അത്തരക്കാർക്കൊക്കെ പങ്കെടുക്കാമെങ്കിൽ ഇവർ പങ്കെടുത്തതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടതുണ്ടോ? ഫൈസൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടികൾ വാരി ചെലവാക്കി കോടീശ്വരന്മാരായ സെലിബ്രിറ്റികൾക്ക് വീതിച്ചു കൊടുത്ത് ഇത്തരം ഒരു ആർഭാടം കാണിച്ചിട്ട് എന്ത് നേടി? ഇതാണോ ഫൈസൽ നേരത്തെ പറഞ്ഞ മൂല്യാധിഷ്ഠിത ജീവിതം? ഈ ദൂർത്തടിച്ച പണം കൊണ്ട് എത്രയോ പാവപ്പെട്ട നിർധനരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്താമായിരുന്നു. താങ്കളുടെ ആഡംബര ഗൃഹപ്രവേശത്തോടൊപ്പം നിർധനരായ കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് നിരവധി കൂരകൾ പണിതുകൊടുത്ത് അവർക്ക് ആശ്വാസമേകാമായിരുന്നു. താങ്കളുടെ അത്രയൊന്നും പണമില്ലാത്തവർ പോലും അവരുടെ സന്തോഷത്തോടൊപ്പം മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുന്നതും നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. ജീവിതത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടാൻ, അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ നിലനിൽക്കാൻ ഇത്തരം ആർഭാടത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ വലിയ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അപഹാസ്യനുമായി. ഇപ്പോൾ ഫൈസലിന്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. ആദിലയും നൂറയും വേദനിപ്പിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഹെയ്റ്റ് ക്യാമ്പയിനുകൾ അവസാനിപ്പിക്കണമെന്ന്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം ഫൈസലിനോട് പറയാനുള്ളത്, കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചതുപോലെ ആയല്ലോ. ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു? താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായ മോഹൻലാലിനോടൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു, ആതിരയും നൂറയും വീട്ടിൽ കയറ്റിയത് മഹാ അപരാധമാണോ എന്ന്. പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ പൊങ്ങച്ചവും ആർഭാടവും കാണിക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.